ഹരി ഓം. ഓം ശ്രീ നാരായണ പരമഗുരുവേ നമ. നമ്മുടെ SPYSS NYC മലയാളം ഓൺലൈൻ യോഗ ക്ലാസിന്റെ ഭാഗമായുള്ള അദ്വൈതാമൃതം പഠന പരമ്പരയുടെ 5ാമത് ക്ലാസ്സാണ് ഇന്ന്. ആ 5ാമത് ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ആദ്യമായി ഞാൻ ആദരവോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്തു. ഇതിൽ നമുക്കിന്ന് ഈ ക്ലാസ് എടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ അരുവിപ്പുറം മഠത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ബ്രഹ്മശ്രീ സാന്ദ്രാനന്ദ സ്വാമികളാണ്. സ്വാമികളെ ഇതിനു മുമ്പ് തന്നെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. സ്വാമിയെക്കുറിച്ച് എല്ലാം നമ്മൾ ആദ്യ ക്ലാസ്സിൽ തന്നെ, സ്വാമിയാണ് നമ്മുടെ ഈ പരമ്പര ഉദ്ഘാടനം ചെയ്തത്. 4/2/2025 നമുക്ക് ഈ ക്ലാസ് ആദ്യമായി ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്ത് നമുക്ക് തുടക്കം കുറിച്ചത് സ്വാമികളാണ്. സ്വാമികളെ ഏറെ ആദരപൂർവം, വളരെ സ്നേഹപൂർവ്വം ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തു. ഈ ക്ലാസ് നമുക്കിങ്ങനെ ഒരു ക്ലാസ് നമ്മളെ ഏവരുടെയും, നമ്മളെ യോഗബന്ധുക്കള് എന്ത് നല്ല നല്ല ആശയങ്ങൾ ഉന്നയിച്ചാലും അതെല്ലാം ഉടനടി അത് നല്ലതാണെങ്കിൽ അത് നടപ്പാക്കാൻ മുൻകൈയെടുത്ത് നമ്മുടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഗോപകുമാരണ്ണനാണ്. ഗോപകുമാരണ്ണനെ അക്കാര്യത്തിൽ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. ഗോപകുമാരണ്ണനാണ് ഇങ്ങനെ ഒരു ക്ലാസ്സിനെ കുറിച്ച് ആശയം അറിഞ്ഞപ്പോഴേ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു. ഏതാണ്ട് ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ ഉള്ളിലാണ് ഇങ്ങനെ ഒരു ആശയം ഉണ്ടായതും അതിനെ തുടർന്ന് ഇങ്ങനെ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തു. അപ്പോൾ ആ ക്ലാസ്സിന്റെ കോർഡിനേറ്ററായിട്ട് നമുക്ക് ഡോക്ടർ ലാലിയക്കയെ തിരഞ്ഞെടുത്ത് തരികയും ആ ഡോക്ടർ ലാലിയക്കയുടെയും ഗോപാണന്റെയും നേതൃത്വത്തിൽ ഈ ക്ലാസ് ഇതുവരെ ഇപ്പം 4 ക്ലാസ്സുകൾ കഴിഞ്ഞിരിക്കുന്നു. 5ാമത്തെ ക്ലാസ് നമുക്ക് ആത്മോപദേശ ശതകമാണ് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഗുരുദേവൻ അദ്വൈത ജ്ഞാനത്തെ നമുക്ക് വളരെ ലളിതമായി 100 പദ്യങ്ങളിലൂടെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധം മലയാളത്തിൽ നമുക്ക് ഈ ആത്മോപദേശ ശതകത്തിൽ കൂടി നമുക്ക് കാട്ടിത്തരികയാണ്. അതിൻ്റെ 4 പദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി അഞ്ചാമതായിട്ടുള്ള പദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ ക്ലാസ്സിലേക്ക് ഇതിന്റെ മുഖ്യ ശിക്ഷക ഗോപകുമാരണ്ണനെയും അതുപോലെ തന്നെ നമ്മുടെ കോർഡിനേറ്റർ ഡോക്ടർ ലാലിയക്കയെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് ഇന്ന് ഈ ക്ലാസ് കേൾക്കുവാനും പഠിക്കുവാനും എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ യോഗബന്ധുക്കളെയും, ഈ ക്ലാസ് ശ്രമിക്കുന്ന മറ്റുള്ള എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ 4 പദ്യങ്ങൾ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 4 പദ്യങ്ങൾ ഞാനൊന്ന് ചൊല്ലുന്നതായിരിക്കും. ആത്മോപദേശ ശതകം. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും കരുവിനു കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതെര വീണു വണങ്ങിയോതിടേണം. കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയുമനേക ജഗത്തുമോർക്കിലെല്ലാം പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണു തിരഞ്ഞു തേരിടേണം. വെളിയിലിരുന്നു വിവർത്തമിങ്ങു കാണും വെളി മുതലായ വിഭൂതി 5 മൂർത്താൽ ജലനിധി തന്നിലുയർന്നിടും തരംഗാവലിയതുപോലെ അഭേദമായി വരേണം. അറിവുമറിഞ്ഞിടും അർത്ഥവും പുമാൻ തന്നറിവുമൊരാതിമഹസ്സു മാത്രമാകും വിരളത വിട്ടു വിളങ്ങുമം മഹത്താം അറിവിലമർന്നതു മാത്രമായിടേ. അയ്യോ, തുടർന്നുള്ള 5ാമത് പദ്യം മുതൽ നമ്മൾ
ഇന്ന് പഠിക്കുകയാണ്. ഈ ക്ലാസ് നടത്തുന്നതിലേക്ക് നമ്മുടെ സ്വാമികൾ, അരുവിപ്പുറം മഠത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ബ്രഹ്മശ്രീ സാന്ദ്രാനന്ദ സ്വാമികളെ ഏറെ ആദരപൂർവ്വം ഭക്തിപൂർവ്വം സ്വാഗതം ചെയ്തു. എല്ലാ യോഗബന്ധുക്കളെയും കേൾക്കുന്നതിനുമായിട്ട് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും മ്യൂട്ട് ചെയ്ത് സ്വാമികളുടെ ആ ക്ലാസ് ശ്രദ്ധിക്കേണ്ടതാണ്. ശരി. എല്ലാവർക്കും നമസ്കാരം. വളരെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട് സ്വാമി. കേൾക്കുന്നുണ്ട്. ഓക്കെ. വളരെ മനോഹരമായി സ്വാഗതം ആശംസിച്ച വ്യക്തി ശ്ലോകങ്ങളൊക്കെ ചൊല്ലുകയും നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അതിനൊരു ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു നിധിധ്യാസനം അതിൻ്റെ ഒരു ആരംഭ ഘട്ടത്തിൽ കൂടിയാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം വന്നത് നമ്മളുടെ ആദ്യത്തെ ശ്ലോകത്തിലെ കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെര വീണു വണങ്ങി ഓതിടേണം എന്നുള്ള ആ കരുവിനെ കുറിച്ചും അതേപോലെ തന്നെ ദൃക്ക് ദൃശ്യം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വ്യക്തത വന്നിട്ടില്ല എന്ന് ഒരു സംശയം പറയുകയുണ്ടായി. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഒരു വ്യക്തത വരുത്തിയിട്ട് നമ്മുടെ 5-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ഉത്തമമെന്ന് തോന്നുക. നമ്മളുടെ ഭാരതത്തിൻ്റെ ഈ ശാസ്ത്രം, ആധ്യാത്മികമായിട്ടുള്ള ഈ ശാസ്ത്രം, പ്രത്യേകിച്ച് വേദാന്തം, അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒന്നാണ് ദൃക്ക് ദൃശ്യം. അതിന് ബ്രഹ്മ സത്യം ജഗത് മിഥ്യ എന്ന് വേറൊരു രീതിയിൽ പറയുന്നുണ്ട്. വളരെ സുപരിചിതമായിട്ടുള്ള, നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നുള്ള ഒരു വാക്യമാണ്. അപ്പൊ ബ്രഹ്മം മാത്രമാണ് സത്യമായിട്ടുള്ളത്, ജഗത്ത് മിഥ്യയാണ് എന്നാണ് അതിൻ്റെ ഒരു സാമാന്യമായിട്ടുള്ള അർത്ഥം. പൊതുവെ നമ്മൾക്ക് എല്ലാവർക്കും ഭയമാണ്. ഈ ബ്രഹ്മം എന്നൊക്കെ കേട്ടാൽ നമുക്ക് മനസ്സിലാകുമോ? അത് വലിയ വലിയ ആളുകൾക്കല്ലേ, അല്ലെങ്കിൽ മൊത്തം ഒരു ത്യാഗം അല്ലെങ്കിൽ ത്യാഗ ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ സന്യാസിമാർക്കൊക്കെ അല്ലേ അത് മനസ്സിലാകുള്ളൂ എന്നൊക്കെ ഒരു ധാരണ പൊതുവെ ഉണ്ട്. നമ്മളുടെ മഹർഷിമാർ ഒരിക്കലും അങ്ങനെ അത് പറഞ്ഞിട്ടില്ല. അപ്പൊ കുറച്ച് കട്ടിയായിട്ടുള്ളതാണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ട് അവർ അതിനെ കുറച്ചും കൂടി ലളിതമാക്കി 4 വഴികൾ അവര് നമ്മൾക്ക് കാട്ടിത്തന്നു. ഭക്തിയുടെ ഒരു മാർഗം, അതേപോലെ രാജയോഗം, പിന്നെ ഒന്ന് കർമ്മയോഗം, പിന്നീടാണ് ജ്ഞാനയോഗം. അപ്പൊ ഇവിടെ ഏത് മാർഗത്തിൽ നമ്മൾ സഞ്ചരിച്ചാലും ഇത് എല്ലാത്തിൻ്റെയും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു
പോയിന്റാണ്. അപ്പൊ അതിനെയാണ് ദൃക്ക് അതേപോലെ ദൃശ്യം എന്ന് നമ്മൾ പറയുന്നത്. ഇത് മനസ്സിലായാൽ നമുക്ക് പിന്നെ നമ്മുടെ പ്രയാണം അത് ആധ്യാത്മിക ലോകത്ത് ഒരിക്കലും ഒരു സംശയത്തിന് ഇടവരാത്ത രീതിയിൽ നമുക്ക് ആ ഒരു ബലം നമുക്ക് കിട്ടുകയാണ്. ഇത് മനസ്സിലായില്ല എങ്കിൽ പിന്നെ നമുക്ക് ബലം ശരിയായ രീതിയിൽ ഉണ്ടാകുകയുമില്ല. അതും ഒരു പ്രധാന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും വേദാന്ത വിദ്യാർത്ഥികൾ ഈ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യത്തെ മനസ്സിലാക്കാതെ സാങ്കേതികമായിട്ടുള്ള പദങ്ങൾ കൊണ്ട് വളരെ ക്ലിഷ്ടമാക്കി തീർക്കുകയാണ്, അതിനെ കുറച്ചും കൂടി സങ്കീർണമാക്കി തീർക്കുകയാണ്. അതിൻ്റെ ഒരു ആവശ്യവുമില്ല. ഇപ്പൊ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായിട്ടുള്ള ആ ചൈതന്യത്തെയാണ് പറയുന്നത്. ബൃഹത്തായിട്ടുള്ളത്, എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ്. അപ്പോ ബ്രഹ്മം, ആ ചൈതന്യം, ആ ദൈവം, പരമാത്മാവ് എന്ന് പറയുന്നത് ഇല്ലാത്തൊരു സ്ഥലമില്ല. ഈ പരമ്പൊരുളിലാണ് മറ്റെല്ലാം നിലനിൽക്കുന്നത്. അപ്പോ അത് മാത്രമാണ് സത്യം എന്നാണ് മഹർഷിമാർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മാനവരാശിയോട് ഉദ്ഘോഷിച്ചത്. അത് സനാതനമാണ്, അതിനൊരിക്കലും നാശമില്ല. അതുകൊണ്ട് തന്നെയാണ് അത് സനാതന ധർമ്മം, ബ്രഹ്മവിദ്യ എന്നൊക്കെ ബ്രഹ്മത്തെക്കുറിച്ചുള്ള വിദ്യയാണ്. അത് ഒരിക്കലും മാറ്റമില്ലാതെ ഇങ്ങനെ വരികയാണ്. പിന്നെ ആർക്കാണ് മാറ്റം വന്നിട്ടുള്ളത്, എന്തിനാണ് മാറ്റം വന്നിട്ടുള്ളത്, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഈ ബ്രഹ്മത്തിന് മാത്രം യാതൊരു മാറ്റവുമില്ലാതെ ഇരിക്കുകയും, പക്ഷെ ദൃശ്യമായിട്ട് ഈ ജഗത്ത്, നമ്മൾ ഈ കാണുന്ന ജഗത്ത് മിഥ്യയാണെന്ന് മഹർഷി പറയുകയാണ്. അവിടെയാണ് നമുക്കൊരു സംശയം. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഈ ലോകത്തെ കാണുകയാണ്. അപ്പൊ ഇവിടെ കാണുന്നത് ദൃക്കാണ്, കണ്ണാണ്. അത് നമ്മുടെ ഈ പരിമിതമായിട്ടുള്ള ഈ കാലദേശങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള കാഴ്ചയെക്കുറിച്ച് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ കണ്ണുകൊണ്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ദൃശ്യമാണ്, അത് മായയാണ്. അപ്പോ ശങ്കരാചാര്യരൊക്കെ അഘടന ഘടന പടിയസീയ സാമായ എന്ന് അതിനെ കുറച്ചും വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സാങ്കേതികമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിക്കാതെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇത് മനസ്സിലായാൽ പിന്നെ മറ്റത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടും ഇല്ലാതാൻ. അപ്പോ മായ എന്ന് മഹർഷി സൂചിപ്പിച്ചത് നമ്മളുടെ ഈ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഈ ലോകം, അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ്, ഓരോ സെക്കൻഡും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് സത്യമല്ല എന്നുള്ള അർത്ഥമാണ്. അതിനൊരു ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഞാൻ എന്ന് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒന്ന് വന്നുകൊണ്ടിരിക്കും, ഞാൻ. അപ്പോ ഈ ഞാൻ ആരാണെന്ന് നമ്മൾക്ക് ബ്രഹ്മവിദ്യ പഠിക്കുന്നവരെ തിരിച്ചറിയില്ല. അതുവരെ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്ന എന്താണ്, ഞാനെന്ന് പറയുന്നത് ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, അല്ലെങ്കിൽ സ്വാമിയാണ്, അല്ലെങ്കിൽ ഗൃഹസ്ഥനാണ്, ബ്രഹ്മചാരിയാണ്, ഗൃഹസ്ഥനാണ്. ഇങ്ങനെ പല പല ഇതിലാണ് നമ്മൾ ഞാൻ പറയുന്നത്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും ഞാൻ ഇന്ന ആളുടെ മകനാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന പൊസിഷനിലുള്ള ഒരാളാണ്, നിനക്ക് എന്നെ അറിയൂ. ഇതൊക്കെ പറയുമ്പോഴും അതെല്ലാം എൻ്റെ ദൃശ്യമാണ്. ഞാൻ അവിടെ മാറ്റമില്ലാതെ ഇരിക്കുകയാണ്.
ഓർമ്മ വെച്ച നാൾ മുതൽ ഇതുവരെ, ഇപ്പൊ നമ്മൾക്ക് എത്ര പ്രായമായിട്ടുണ്ടോ അതുവരെ നമ്മൾ അതിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അറിയാം, ഈ എനിക്ക് മാറ്റം ഉണ്ടായിട്ടില്ല. മാറ്റം ഉണ്ടായിരിക്കുന്നത് എൻ്റെ ശരീരത്തിന്, എൻ്റെ മനസ്സിന്, എൻ്റെ ബുദ്ധിക്ക്, ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഞാൻ മാറിയിട്ടില്ല, എനിക്ക് മാറാൻ പറ്റത്തുമില്ല. അത് ഈ മാറ്റങ്ങളെയെല്ലാം കണ്ടുകൊണ്ട് മാറാതെ ഇരിക്കുന്ന ചൈതന്യമാണ്. അതാണ് ശരിക്കുള്ള ദൃക്ക് എന്ന് പറയുന്നത്. മാറാതെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന് സാക്ഷിയായി എല്ലാ ദൃശ്യങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതോ, അതിനെയാണ് ബ്രഹ്മം അല്ലെങ്കിൽ പരമ്പൊരുൾ, പരമാത്മാവ്, ദൃക്ക് എന്നൊക്കെ പറയുന്നത്. നമ്മൾ യോഗ ദർശനത്തിലൂടെ, അതായത് യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധിയിലൂടെ അല്ലെങ്കിൽ ധ്യാനത്തിലൂടെ സമാധിയിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ ഈ ജീവാത്മ പരമാത്മ ഐക്യം സംഭവിക്കുന്നത് എവിടെയാണോ, എന്തിലാണോ, അത് തന്നെയാണ് ഇവിടെ ദൃക്കായിട്ട്, പരമ്പൊരുളായിട്ട്, ബ്രഹ്മമായിട്ട് ഒക്കെ പല പേരുകളിലൂടെ മഹർഷിമാർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ലളിതമാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പൊ ഉപനിഷത്ത് തത്വമസി എന്ന് നമ്മളോട് ഗുരു ഉപദേശിക്കുകയാണ്. ഉപനിഷത്തിലൂടെ മഹർഷി സൂചിപ്പിക്കുന്നതാണ്, അത് നീ ആകുന്നു. ശബരിമലയിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി. അപ്പോ എന്തുകൊണ്ടാണ് ശബരിമലയിൽ അത് എഴുതി വെക്കാൻ കാരണം? അയ്യപ്പസ്വാമി അവിടെ ചിന്മുദ്ര പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ യോഗ ഇതിനകത്ത് നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ നമ്മളും ചിന്മുദ്ര പിടിക്കാറുണ്ട്. അപ്പൊ ചൂണ്ടുവിരല് ജീവാത്മാവിന്റെ പ്രതീകമായിട്ടും തള്ളവിരൽ പരമാത്മാവിന്റെ പ്രതീകമായിട്ടുമാണ് നമ്മൾ പറയുന്നത്. അപ്പോ ആ ചിന്മുദ്ര എന്തിനെ കുറിക്കുന്നതാണ്? ജീവാത്മ പരമാത്മ ഐക്യം എവിടെയാണ് ദ്വൈതം ഇല്ലാതാകുന്നത്, അതിനെയാണ് ശരിക്കുള്ള ഞാൻ അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പോ മഹർഷി പറയുന്നു, ഈ ഏതൊന്നിൽ നിന്നാണോ ഇതെല്ലാം ഉണ്ടാകുന്നത്, നിലനിൽക്കുന്നത്, അത് നീ തന്നെയാണ് എന്ന് പറയാണ്. അങ്ങനെ ഉപദേശിക്കുമ്പോഴോ ഈ ലെവലിലേക്ക് ശിഷ്യൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ ശിഷ്യൻ മനസ്സിലാക്കുന്നത് അഹം ബ്രഹ്മാസ്മി എന്നാണ്. അത് നീയാണ് എന്ന് ഗുരു ഉപദേശിക്കുമ്പോൾ ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള തിരിച്ചറിവാണ് അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ദൃക്ക് എന്ന് പറയുന്നത്, കരു എന്ന് പറയുന്നത്, ബ്രഹ്മം എന്ന് പറയുന്നതൊക്കെ ഒന്ന് തന്നെയാണ്. അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്. കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെരെ വീണ് വണങ്ങി നിൽക്കുന്ന ശിഷ്യനോടാണ് ഗുരു ഇത് ഓതുന്നത്, പറഞ്ഞു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് കരു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ബീജമായിട്ട്, അല്ലെങ്കിൽ ഏതിൽ നിന്നാണോ ഇതെല്ലാം ഉണ്ടാകുന്നത്, അത് കരുവാണ്. അതിനെ തന്നെയാണ് നമ്മൾ ദൃക്ക് എന്ന് പറയുന്നത്. ഈ ദൃക്ക് മാത്രം എന്ത് ചെയ്യുന്നില്ല, അതൊരിക്കലും മാറുന്നില്ല. അത് മറ്റെല്ലാത്തിനെയും, ഇപ്പൊ നമ്മൾക്ക് കണ്ണ് തുറന്നിരിക്കുമ്പോൾ, നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, നമ്മൾ സ്വപ്നം കാണുമ്പോഴൊക്കെ ഈ ദൃക്കിന് മാത്രം മാറ്റം ഉണ്ടായിട്ടില്ല. ബാക്കിയെല്ലാം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ആധുനിക സയൻസ് ഒക്കെ നാനോ ഫിസിക്സിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ ആറ്റം അവരാദ്യം ഇത് ചെയ്തു, ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ അതൊരു പ്രത്യേക രീതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതൊക്കെ ഭൗതികമായിട്ടുള്ള തലത്തിൽ ഓക്കെയാണ്. പക്ഷേ ആ പ്രാണനെയും സ്പന്ദിപ്പിക്കുന്നത് ആരോ, അതിനെയാണ് നമ്മൾ ഇവിടെ ദൃക്ക് എന്ന് പറയുന്നത്. അപ്പൊ മഹർഷിമാർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ ഇതിന്റെ സത്തയെ, പ്രപഞ്ചത്തിന്റെ സത്തയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് തന്നെയാണ് ഓരോ ജീവനിലും കുടികൊള്ളുന്നത്, അല്ലെങ്കിൽ ഓരോ ജീവനായിട്ട് ഭാസിക്കുന്നത് അത് തന്നെയാണ്. അവിടെ ഭേദചിന്തകളില്ല. അപ്പോ ഇല്ലാത്ത ഭേദചിന്തകൾ ഉണ്ടാക്കി വിടുന്നത്
അറിവില്ലായ്മ കൊണ്ടാണ്, മായ കൊണ്ടാണ്. ഈ മായ എന്ന് പറയുന്നത് നമുക്ക് ഇല്ലാത്തതിനെ ഉണ്ടാക്കി കാണിക്കുന്ന പണിയാണ് മായയ്ക്ക്. അല്ലെങ്കിൽ ദൃശ്യത്തില് അങ്ങനെയുള്ള ഭ്രമങ്ങൾ ഉണ്ടാകുന്നു. അപ്പോ ആ ഭ്രമമില്ലാതെ ഈ അറിവോടുകൂടി ഇവിടെ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് മഹർഷിമാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മളിൽ ഇപ്പോഴും ഇങ്ങനെ ഒരു വിശകലനം, ഒരു അനലൈസേഷൻ സംഭവിക്കാത്തത് കൊണ്ടാണ് ഇവിടെ എല്ലാവരും ദുഃഖിതരായിട്ട് കഴിയുന്നത്. അപ്പോ ആ ദുഃഖം നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ആത്മോപദേശ ശതകം പഠിക്കുന്നതും ഭഗവത്ഗീത പഠിക്കുന്നതും. നമ്മൾ യോഗ ദർശനത്തിൽ യമനിയമ ആസന പ്രാണായാമാദികളിലൂടെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച്, അപ്പൊ മനസ്സിനെ നിയന്ത്രിക്കുമ്പോൾ അത് സപ്രഷൻ ആകാൻ പാടില്ല, അടിച്ചമർത്തലാകാൻ പാടില്ല, മറിച്ച് അതിനെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അറിവ്, ഈ വേദാന്തം അല്ലെങ്കിൽ ഈ അറിവ് നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അവിടെ നമ്മുടെ ഈ കെട്ടുകളെല്ലാം വിട്ടുപോവുകയാണ്. അപ്പോ ലളിതാ സഹസ്രനാമത്തിലൊക്കെ ഒരു മന്ത്രത്തിൽ ഇങ്ങനെ ചൊല്ലുന്നുണ്ട്, ഹൃദയഗ്രന്ഥി ഭിദ്യതേ ഹൃദയഗ്രന്ഥി ക്ഷീയന്തേ ഛിന്ന സംശയാഹ എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ ഹൃദയഗ്രന്ഥി, നമ്മുടെ ഈ ഹൃദയത്തിൽ ഉള്ള സംശയങ്ങൾ, ആ സംശയഗ്രന്ഥി നമുക്ക് ഭേദിക്കേണ്ടതായിട്ടുണ്ട്. അത് ഭേദിക്കണമെങ്കിൽ ഈ ദൃക്കും ദൃശ്യവും അല്ലെങ്കിൽ ബ്രഹ്മവും മായയും മിഥ്യ ഇതിനെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് തരംതിരിച്ച് അറിയണം. അപ്പൊ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരു രൂപത്തെ മാത്രം ധ്യാനിക്കുക അല്ലെങ്കിൽ ഒരു മന്ത്രത്തിൽ മാത്രം ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രോസസ്സ് അവിടെ അറിയാതെ നടക്കുന്നുണ്ട്. രൂപത്തിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്നതാണ് ധ്യാനം. പക്ഷേ അത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് പോകുമ്പോഴോ ധ്യൈ ചിന്തായാം, അവിടെ ധ്യാനം എന്ന് പറയുന്നത് ഈ ശരിക്കുള്ള വിശകലനം, വിചാരം ചെയ്യലാണ്. ആ വിചാരം ചെയ്യൽ നടക്കുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള നമ്മുടെ സ്വരൂപത്തെ തിരിച്ചറിയുന്നത്. രാമകൃഷ്ണ പരമഹംസൻ കാളിയെ എല്ലാ സ്ഥലത്തും കാണാൻ തുടങ്ങി. കാളിയല്ലാതെ ഒന്നുമില്ല. അവിടെയാണ് തോതാപുരി വന്നിട്ട് ജ്ഞാനം ഉപദേശിക്കുന്നത്. എങ്ങനെ? നീ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് കാളിയെ കീറിമുറിച്ച് അപ്പുറത്തേക്ക് പോകുക. അതിന്റെ അർത്ഥം ഈ നാമരൂപങ്ങളെ നീ ജ്ഞാനമാകുന്ന വാൾ ഉപയോഗിച്ച് കീറി മുറിക്കണം. എങ്കിൽ മാത്രമേ ഇത് രണ്ടല്ല, ഈ രണ്ടും ഒന്നാണ് എന്നുള്ള അറിവിലേക്ക് ഒരു സാക്ഷാത്കാരം സംഭവിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ തോതാപുരി അവിടെ രാമകൃഷ്ണന് വന്ന് അത് ഉപദേശിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ആ നാമരൂപങ്ങൾ, അതായത് കാളി വേറെ ഭക്തൻ വേറെ എന്നുള്ള അത് മാറി അവിടെ രണ്ടും ഒന്ന് തന്നെയാണ് എന്നുള്ള തലത്തിലേക്ക്. അപ്പൊ അങ്ങനെ നമ്മൾക്ക് വരുമ്പോഴോ നമ്മൾക്കും വരവും പോക്കും ഒന്നുമില്ല. അങ്ങനെ ആ ഒരു ദൃക്കിനെ ശരിയായ രീതിയിൽ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ എപ്പോഴും സമാധിയിൽ തന്നെയാണ്. അവിടെ വികല്പങ്ങളൊന്നുമില്ല. വികല്പങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാണ് അല്ലെങ്കിൽ സ്വപ്നത്തിലാണ്. അപ്പൊ നമ്മളെ ഇങ്ങനെ ഒരു തിരിച്ചറിവ്, ഈ ദൃക്ക് ദൃശ്യം കരു, ഇതിനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു ആത്മഭാവത്തിൽ തന്നെയാണ്. പക്ഷെ അതിനൊരിക്കലും ഒരു തടസ്സവും എങ്ങും ഉണ്ടാകുന്നില്ല. എവിടെയെങ്കിലും നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഉടനെ നമുക്ക് അത് ഒന്നുള്ളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുദേവൻ ദൈവദശകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുക്കുക. അപ്പൊ അവിടെ ഓരോന്നിനെ എണ്ണി മാറ്റുക എന്ന് പറയുന്നത് ഈ ദൃശ്യത്തിലുള്ള ഇത് എന്തല്ല. അപ്പൊ ഉപനിഷത്ത് നേതി നേതി എന്ന് പറയും. ഇതല്ല എന്ന് പറഞ്ഞ് മാറ്റുകയാണ്, നിഷേധിക്കുകയാണ്. അപ്പോ എന്ത് ആത്മാവല്ല എന്നാണ് ആദ്യം പഠിപ്പിക്കുന്നത്. പിന്നീട് വരുമ്പോൾ ഇത് ആത്മാവ് തന്നെയാണ്. കാരണം ഇവിടെ ആത്മാവല്ലാതെ വേറെ ഒന്നുമില്ല. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. അപ്പോൾ പൂർണ്ണത്തിൽ നിന്ന് നമ്മൾ എത്ര എടുത്താലും പൂർണ്ണം തന്നെയാണ് അവശേഷിക്കുന്നത്. അതും പൂർണ്ണമാണ്, ഇതും പൂർണ്ണമാണ്. അപ്പൊ ഒരു ജ്ഞാനിയുടെ, ഒരു ആത്മസാക്ഷാത്കാരം നേടിയ ഒരു മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രണ്ടാമതൊന്നില്ല. രണ്ടാമത് കാണുന്നത്, മായ കാണുന്നത്, ദുഃഖം കാണുന്നത്, അജ്ഞാനമുള്ളത് ആർക്കാണ്?
ശരിക്കും ഈ തിരിച്ചറിവില്ലാത്ത ആൾക്കാണ്, അജ്ഞാനിക്കാണ്. അതുകൊണ്ട് ഗുരു അല്ലെങ്കിൽ മറ്റെല്ലാ ഗുരുക്കന്മാരും, നമ്മുടെ ഉപനിഷത്ത് ഗുരുക്കന്മാരെല്ലാവരും ഈ ഒരു വിദ്യ നിങ്ങൾ കരസ്ഥമാക്കിയിട്ട് സ്വതന്ത്രരായി ജീവിക്കുക. അതുകൊണ്ട് തന്നെയാണ് പണ്ട് ഗുരുകുല സമ്പ്രദായത്തിൽ ആദ്യത്തെ 12 വർഷം എല്ലാ വിദ്യകളെ കുറിച്ച് അവർ പഠിപ്പിക്കും, ബ്രഹ്മവിദ്യയും പഠിപ്പിക്കും. അതിനുശേഷം അയാൾക്ക് ഏതൊരു പ്രാരബ്ധമാണോ ഉള്ളത്, അല്ലെങ്കിൽ ഏത് ജീവിതമാണോ നയിക്കേണ്ടത്, ഗൃഹസ്ഥനാകണമെങ്കിൽ ഗൃഹസ്ഥനാകാം, സന്യാസിയാകണമെങ്കിൽ സന്യാസിയാകാം, അയാൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ പോകാം. ഒന്നിനും ഒരു തടസ്സവും അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ അറിവ് ഉണ്ടാകണം എന്ന് മാത്രമാണ് അവര് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അവര് ഒരിക്കലും ഒന്നിനെയും നിർബന്ധിക്കാറില്ല, നിർബന്ധിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയും നമ്മൾ അതിനെ അനുവർത്തിക്കുമ്പോൾ, നമ്മൾ ഈ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ, ആത്മവിദ്യ കരസ്ഥമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ, നമ്മൾ സാധന ചെയ്യുമ്പോൾ ഈ ഒരു അറിവ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കണം. കുറേശ്ശെ നമ്മൾ ഇത് പ്രാവർത്തികമാക്കാനും ശ്രമിക്കണം. അയ്യോ, ഇതൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ, ഞങ്ങൾക്ക് 100 ജോലികളുണ്ട്, ഞങ്ങൾ ഗൃഹസ്ഥന്മാരാണ്, ഉദ്യോഗസ്ഥരാണ്, അതുകൊണ്ട് സ്വാമി പറയുന്നതൊന്നും അത്ര എളുപ്പമല്ല എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടാകാം. അത് മനസ്സ് നമ്മളെ പറ്റിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എപ്പോഴും മനസ്സ് ആണ് നമ്മുടെ ശത്രു. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹു എന്ന് പറയും. ഈ മനസ്സ് തന്നെയാണ് ബന്ധനത്തിനും മോക്ഷത്തിനും കാരണമായിരിക്കുന്നത്. ഒരു എനർജി എപ്രകാരമാണോ നമ്മള് പ്രകാശം തരുന്നത്, അത് ലൈറ്റിലേക്ക്, ആ ഒരു ബൾബിലേക്ക് നമ്മൾ കടത്തിവിടുമ്പോൾ അത് പ്രകാശം തരുന്നു. അത് ഫാനിലേക്ക് കടത്തിവിടുമ്പോൾ അത് നമ്മൾക്ക് കാറ്റ് തരുന്നു. അതുപോലെ ഏതിലേക്കാണോ ആ എനർജിയെ നമ്മൾ ഉപയോഗിക്കുന്നത് അത് തരികയാണ്. അപ്പോൾ ഇതിന്റെ എല്ലാം മൂല സ്രോതസ്സായിരിക്കുന്നത് ഈ ദൃക്കാണ്, ഈ കരുവാണ്. അപ്പൊ അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റെല്ലാം ദൃശ്യമാണ്, അതിന്റെ പരിമിതികൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കി പോകുക എന്നുള്ളതാണ് ഗുരു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അതിനകത്ത് സംശയം തീർന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇനി ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചോദിക്കാം. നമ്മൾ അടുത്ത ശ്ലോകത്തിലേക്ക്, നമ്മൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോ കുറച്ചുകൂടി നമുക്ക് അതിന് തെളിച്ചമുണ്ടാവും. ഗുരു എന്താണ് പറയുന്നത്? ഉലകരുറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റു പാർത്തു നിൽക്കും, വിലമതിയാതെ വിളക്ക് ഉദിക്കയും പിൻ പൊലികയും ഇല്ല, ഇത് കണ്ട് പോയിടേണം. അപ്പോ ഗുരു എത്ര വ്യക്തമായി, ഇപ്പൊ നമ്മള് ഈ ദൃക്കും ദൃശ്യവും നമ്മളിങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഉലകരുറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും. ഇവിടെ ഉലകർ നമ്മളെ പോലെയുള്ള സാധാരണ ആളുകളാണ്, ഈ ലോകത്തിൽ വസിക്കുന്നവരാണ്. അവരെന്ത് ചെയ്യുന്നു? ഉറങ്ങുന്നു, അതേപോലെ അവർ ഉണരുന്നു, ചിന്ത ചെയ്യുന്നു, അതുപോലെ അവർ ചിന്തിക്കുന്നു. ഇങ്ങനെ പലതും ഉറ്റ് പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെല്ലാം ഉറ്റു പാർത്തു നിൽക്കും. അതിനെ വളരെ ശ്രദ്ധയോടുകൂടി ഉറ്റു പാർക്കുക, വളരെ വിജിലന്റ് ആയിട്ട് നോക്കി നിൽക്കുന്ന, സാക്ഷിയായിട്ട് വർത്തിക്കുന്ന, എന്താണ്? വിലമതിയാതെ വിളക്ക്. അവിടെ ഗുരു അതിന് പറഞ്ഞിരിക്കുന്ന ഈ ദൃക്കിനെ അവിടെ പറഞ്ഞ് സൂചിപ്പിച്ചിരിക്കുകയാണ്. ആ വിളക്കിന് വിലമതിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അത് പൊലിയുന്നില്ല, അത് അണഞ്ഞു പോകുന്നില്ല, പിൻപൊലികയുമില്ല, അത് ഉദിക്കുന്നില്ല, പൊലിയുന്നില്ല. അതിനെ കണ്ടുപോകണം. ആര്? ഈ അജ്ഞാനത്തിൽപ്പെട്ട് കിടക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇതിനെയാണ് കണ്ടുപോകേണ്ടത്. നമ്മുടെ മനസ്സിന് സാക്ഷിയായിട്ടിരിക്കുന്ന ആ വിളക്ക്, ഒരിക്കലും ഉദിക്കാത്തതും പൊലിയാത്തതുമായിട്ടുള്ള ആ വിളക്കിനെ കണ്ട് പോകണമെന്ന് വളരെ മനോഹരമായി, വളരെ ലളിതമായി ഒരു ഗുരു നമുക്ക് ഉപദേശിച്ചു തരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ലളിതമാണ് ഗുരു ഈ അദ്വൈത ജ്ഞാനത്തെ നമ്മളിലേക്ക് പകർന്നു തരുന്നത്. അപ്പോ നമ്മൾ ഉറങ്ങുന്നു, ഉണരുന്നു. എന്തുകൊണ്ടാണ്? ഈ ഭൗതികമായിട്ടുള്ള, ഈ ജാഗ്രതത്തിൽ, ഈ മിഥ്യയായിട്ടുള്ള ഈ മായാലോകത്തിൽ പെട്ടുകിടക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്.
കാരണം ഇതിലൊക്കെ ഇങ്ങനെ ചിന്തയില്ലാതെ നമ്മൾ ശരിയായ രീതിയിൽ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യാതെ ഒക്കെ ഇങ്ങനെ കിടക്കുകയാണ്. നമ്മളുടെ പുരാണത്തില് സൂകരമായിട്ട് വിഷ്ണു വരുമ്പോൾ, അപ്പൊ ദേവതകൾക്കെല്ലാം പുനർജന്മമുണ്ട്. അപ്പൊ ഇവിടെ ഒരു കഥാരൂപത്തിൽ അത് പറയുകയാണ്. വിഷ്ണു ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോ ഇതിനുശേഷം ഈ രൂപം, ഈ പന്നിയുടെ രൂപം അദ്ദേഹം മാറ്റിയില്ല. അപ്പൊ ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുകയാണ്. അപ്പൊ ദേവലോകത്ത് വലിയ പ്രശ്നങ്ങളായി. ഇദ്ദേഹം ഇവിടെ കിടക്കുകയാണ്. അപ്പോ വന്ന് അവര് തമ്മിൽ സംഭാഷണം നടത്തുമ്പോൾ പറയുകയാണ്, നോക്കൂ എത്ര മനോഹരമാണ് എൻ്റെ ഭാര്യയുടെ മുഖം, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് സാക്ഷാൽ വിഷ്ണു പോലും ഈ മായയിൽ, ഈ ലോകത്ത്, ഈ വ്യവഹാരത്തിൽപ്പെട്ട് പോയി എന്നുള്ളതാണ്. അപ്പൊ ഒരു കഥാരൂപത്തിൽ അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. മറിച്ച് മഹർഷി നമ്മളിലേക്ക് ഒരു വിരക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അത്രയും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പോലും, അല്ലെങ്കിൽ ആ ദേവതയ്ക്ക് പോലും ഈ മായയിൽപ്പെട്ട്, ഇത് മായയാണ്, ഇതിനകത്ത് നമ്മൾ മയങ്ങിപ്പോവുകയാണ്. നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി ഒക്കെ ഇതിനകത്ത് പെട്ടുപോവുകയാണ്. ഈ താൽക്കാലികമായിട്ടുള്ള സുഖത്തിൽ പെട്ടുപോകുന്നു. അപ്പോ അങ്ങനെ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരു പറയുന്നത്, ഈ ഒരിക്കലും ഉദിക്കുകയും പൊലിയുകയും ചെയ്യാത്ത ആ വിളക്കിനെ കണ്ട് പോകണം. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയാണ്, നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മുടെ ഉള്ളിൽ ഞാനെന്ന് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന, അതൊരിക്കലും നമ്മൾ ഉറങ്ങുമ്പോഴും അത് ഉറങ്ങുന്നില്ല, അത് ഉണർന്നു തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളോട് പലപ്പോഴും ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്നു ഉറക്കം എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ഗാഠമായിട്ടുള്ള ആഴത്തിലുള്ള ഉറക്കമാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നമ്മൾ പറയും ഉറക്കം നല്ല സൂപ്പറായി, ഒന്നും അറിഞ്ഞില്ല, സുഖമായി ഉറങ്ങി എന്നാണ് നമ്മൾ പറയുന്നത്. സത്യത്തിൽ ഈ മനസ്സ് നുണ പറയുകയാണ്. ഈ മനസ്സ് അവിടെ ഇല്ലായിരുന്നു. നമ്മളിപ്പോ സംസാരിക്കുന്ന മനസ്സ് അവിടെ ഇല്ല. ഈ ഉറക്കത്തിനെ കുറിച്ചുള്ള അനുഭവം പറയാനായിട്ട് ആ മനസ്സ് അവിടെ ഇല്ല. ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുകയാണ്, ഈ മനസ്സ് പറയുകയാണ്. പക്ഷെ അടുത്ത സെന്റൻസിൽ പറയുന്നു ഞാൻ സുഖമായി ഉറങ്ങിയെന്ന്. അപ്പൊ രണ്ട് വിരുദ്ധമായിട്ടുള്ള, കോൺട്രഡിക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഈ മനസ്സ് പറയുന്നത്. അത് യാന്ത്രികമായിട്ട് പറയുകയാണ്. അപ്പോ തീർച്ചയായിട്ടും ഇവിടെ ആണ് നമ്മളുടെ തിരിച്ചറിവ് ഉണ്ടാകേണ്ടത്. അപ്പൊ നമ്മൾ യമനിയമ ആസനങ്ങളിലൂടെ ഒക്കെ ഈ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യുകയാണ്, നമ്മൾ അതിനെ ശുദ്ധീകരിക്കുകയാണ്. അങ്ങനെ ശുദ്ധീകരിക്കുന്ന മനസ്സിലാണ് ഈ അറിവ് ഉണരുന്നത്. അപ്പോ ഒരിക്കലും ഉദിക്കാത്തതെന്ന് പറയുന്നത്, ഉദിക്കുന്നതിന് മരണമുണ്ടാവും, അല്ലെങ്കിൽ അത് പൊലിഞ്ഞു പോകും, അണഞ്ഞു പോകും. നമ്മൾ കത്തിക്കുന്ന വിളക്ക് അത് കുറച്ച് കഴിയുമ്പോൾ എണ്ണ വറ്റി കഴിയുമ്പോൾ അത് പോവും. പക്ഷെ ഇവിടെയോ അത് ഒരിക്കലും ഉദിക്കുന്നില്ല എന്ന് പറയുന്നത്. കാരണം എപ്പോഴും എവർ ഷൈനിങ് ആയിട്ട് അത് സ്വയം പ്രകാശമാണ്. ആ സ്വയം പ്രകാശമായിട്ട് നിൽക്കുന്നതിന് ഒരിക്കലും പൊലിയുക, കാരണം അത് നമ്മളുടെ ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ കാലദേശങ്ങളുടെ ഉള്ളിൽ മാത്രമാണ് ഇതുണ്ടാകുന്നത്. ഈ ഉദിക്കുകയും പൊലിയുകയും ചെയ്യുന്നത് കാലദേശങ്ങളുടെ ഉള്ളിലാണ്. പക്ഷെ കാലദേശാധിവർത്തിയായിട്ടുള്ള ഒന്ന് എങ്ങനെയാണ് അണയുകയും ഉദിക്കുകയൊക്കെ ചെയ്യുന്നത്? അതൊരിക്കലും ഉണ്ടാവില്ല. അതും കൂടിയാണ് ഗുരു ഒരിക്കലും അണയാത്ത, അല്ലെങ്കിൽ ഒരിക്കലും ഉദിക്കാത്ത അതിനെ കണ്ടുപോകണം. അത് പുറത്തേക്ക് ചൂണ്ടിക്കാട്ടിയല്ല ഗുരു സൂചിപ്പിക്കുന്നത്, മറിച്ച് അവനവന്റെ ഉള്ളിലേക്ക് തന്നെയാണ്. നമ്മളൊക്കെ ഇങ്ങനെ ഉണരുന്നു. നമ്മൾ എത്രയോ സമയങ്ങൾ ഉറങ്ങുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്. അതേപോലെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വ്യവഹരിക്കുന്നുണ്ട്. നമ്മൾ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യുന്നു. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ചെയ്യുമ്പോഴും മാറ്റമില്ലാതെ എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ അതില്ലെങ്കിൽ ഇതെല്ലാം പോയി. ഇപ്പൊ നമ്മള് സൂര്യനെ നമ്മൾ കാണുന്നുണ്ട്. ആ സൂര്യനെ പോലും പ്രകാശിപ്പിക്കുന്ന ആരാണ്? ഈ ഞാനാണ്, ഈ വിളക്കാണ്. അത് നമ്മൾ മറന്നു പോകുന്നു. അപ്പോ ഞാനില്ലെങ്കിൽ ആ സൂര്യനില്ല. അപ്പൊ അത്രമാത്രം എല്ലാത്തിനും എത്രയോ പ്രകാശങ്ങളെ പ്രകാശിപ്പിക്കുന്നത്. അതിനെ നമ്മൾ
കണ്ടു പോകണം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം ആ രീതിയിലേക്ക് മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ തിരിച്ചറിവോടുകൂടി ഇവിടെ ജീവിക്കണമെന്നാണ്. അപ്പോ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ഭാഷ ഉപയോഗിച്ച് അനുഭവത്തിന്റെ തലത്തിൽ, അപ്പോൾ അനുഭവശാലികൾക്ക് ഏറ്റവും ലളിതമായിട്ട് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാമെന്നാണ്. നേരെ മറിച്ച് ഇതിനകത്ത് അനുഭവം ഇല്ലെങ്കിലോ, ഇതുപോലെയുള്ള സാക്ഷാത്കാരം ലഭിക്കാത്ത ആളുകളോ, അവർക്ക് എപ്പോഴും പലതിൽ നിന്നും കടമെടുക്കേണ്ടി വരും. അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു എന്നൊക്കെ നമ്മളും അത് പറയും. അപ്പൊ നമ്മൾക്കും ആ ഒരു തെളിച്ചം ഉണ്ടാകണമെങ്കിലോ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെ അത്രമാത്രം ശുദ്ധീകരിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സ് കലുഷമായി കിടക്കുന്നത് എങ്ങനെയാണ്? കാമ, ക്രോധ, ലോഭ, മോഹ, മതമാത്സര്യങ്ങൾ. ഇത് ആണ് നമ്മുടെ മനസ്സിനെ കലുഷമാക്കുന്നത്, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ശത്രുക്കൾ. അപ്പോ ഇതുള്ളത് കൊണ്ട് മൂടപ്പെടുന്ന പൊൻപാത്രം. അപ്പോ ഇതിനെയൊക്കെ മൂടിക്കളയുന്നത് ഈ ഇങ്ങനെയുള്ള അഴുക്കുകളാണ്. നമ്മുടെ ഈ പരമ്പൊരുളിനെ, അല്ലെങ്കിൽ നമ്മൾ സാക്ഷിയായിട്ട് വർത്തിക്കുന്ന എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ ചൈതന്യത്തെ മൂടിക്കളയുന്നു, അല്ലെങ്കിൽ എന്താണ് അതിനെ മറച്ചു കളയുന്നത് ആരാണ്, അല്ലെങ്കിൽ എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോ എത്രമാത്രം സൂക്ഷ്മത, നൈർമല്യം നമുക്ക് വേണം ഈ ഒരു കാര്യത്തിലെന്ന് ഇതിലൂടെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോ ശ്രീനാരായണ ഗുരുദേവൻ 5-ാമത്തെ ശ്ലോകത്തിലൂടെ വളരെ ലളിതമായിട്ട് ഈ കാര്യം നമ്മളോട് സൂചിപ്പിക്കുകയാണ്. അപ്പോ അത് നമുക്ക് മനസ്സിലാക്കാൻ വേറെ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോ ഈ ദൃശ്യത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തപ്പോൾ ഈ വിളക്കിനെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ധ്യാനത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ വിളക്കിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം നമ്മുടെ ഡെയിലി ഉള്ള മെഡിറ്റേഷനിൽ, അതുപോലെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഈ വിചാരം, ഈ ഒരു അനലൈസേഷൻ നമുക്ക് കൊണ്ടു നടക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതിനെ നമ്മളൊരു അവബോധം എന്നൊക്കെ പറയും, അവയർനെസ് എന്നൊക്കെ പറയും. അത് നിരന്തരം സംഭവിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് മാത്രം സംഭവിക്കേണ്ടതല്ല. പക്ഷെ ഈ ഒരു ഓർമ്മ, നമ്മുടെ സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ ആ ഒരു ഓർമ്മ നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോകുമ്പോൾ, അപ്പോ അങ്ങനെ നമുക്ക് ആ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം ആ രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കാം. അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എളുപ്പമാണ്. കാരണം ഇത് മനസ്സിലാക്കി വരുമ്പോൾ അടുത്തതിലേക്ക് പോകുമ്പോൾ കുറച്ച് എളുപ്പമാണ്. അപ്പൊ എന്താണ് പറയുന്നത്? ഉണരണം ഇനി ഉറങ്ങണം, ഭുജിച്ചീടണം അശനം പുണരേണം എന്നിവണ്ണം, അണയും അനേക വികൽപ്പമാകയാൽ ആര് ഉണരുവതുള്ളൊരു നിർവികാര രൂപം. അപ്പൊ ഇവിടെ നമ്മളുടെ സാധാരണ ഒരു വ്യവഹാരം, സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയാണ്. നമ്മൾ എന്തിലൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ? ഒന്ന് പറയുകയാണ്, ഉണരണം ഇനി ഉറങ്ങണം, ഭുജിച്ചീടണം അശനം പുണരേണം എന്നിവണ്ണം. അപ്പോ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ്, നമുക്ക് ആഗ്രഹങ്ങൾ എന്താണ്? നമുക്ക് ഉറങ്ങണം, അതുപോലെ വീണ്ടും ഉണരണം, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമുക്ക് എന്തെങ്കിലും കഴിക്കണം, പിന്നെ അതുപോലെ നമുക്ക് അശനം പുണരേണം, അത് നമ്മളുടെ ലൈംഗികമായിട്ടുള്ള മറ്റ് ആഗ്രഹങ്ങൾ, അതിനകത്തൊക്കെ നമുക്ക് പോകണം. ഇങ്ങനെ അണയും അനേക വികൽപ്പങ്ങൾ, ഇതെല്ലാം ഒന്നിനു പുറകെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇതെല്ലാം വികൽപ്പമാണ്. പക്ഷെ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് ആരാണ് ഈ നിർവികാരമായിട്ടുള്ള ആ വിലമതിയാത്ത ആ വിളക്കിലേക്ക്, ആ വിളക്കിനെ തിരിച്ചറിയുന്നത് എന്ന് ഗുരു ചോദിക്കുകയാണ്. ഒരു ചോദ്യമാണ്. ഈ നിർവികാരമായിരിക്കുന്ന ആ പരമ്പൊരുളിലേക്ക് ആരാണ് ഉണരുന്നത്? കാരണം എന്തുകൊണ്ട് ഉണരുന്നില്ലെന്ന് ഗുരു തൊട്ടു മുമ്പ് പറയുകയാണ്. അപ്പോ ഇവിടെ
ഈ ഭൗതികമായിട്ടുള്ള ജീവിതത്തിൽ നമ്മുടെ ശ്രദ്ധ കുറവിനെ കുറിച്ചാണ് മഹർഷിമാർ സൂചിപ്പിക്കുന്നത്. ഉപനിഷത്ത് നമ്മളോട് പറയുന്നത് തന്നെയാണ്. അപ്പോ എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മളുടെ പണ്ടത്തെ ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ 12 വർഷത്തെ സമഗ്രമായിട്ടുള്ള ഒരു പഠനത്തിൽ ഗുരുവിന്റെ കൂടെ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ, ഗുരുവിന്റെ ശിക്ഷണത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടുന്നത് എന്താണ് എന്നൊക്കെ ഗുരു കൃത്യമായിട്ട് നമ്മളോട് സൂചിപ്പിക്കും. പക്ഷെ ഇന്ന് നമ്മുടെ ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലും അതേപോലെ തന്നെ നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലും ഈ ഒരു ചേർന്ന് നിന്നുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണത്തോടു കൂടിയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പൊ നമ്മൾ അതിന് കണ്ടെത്തുന്ന റീസൺ എന്ന് പറയുന്നത് പറഞ്ഞാൽ എല്ലാം ഒരു ജീവിതം മാർഗത്തിന് വേണ്ടി, അല്ലെങ്കിൽ ജീവിതം നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് പൈസ വേണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾക്ക് പല സ്ഥലങ്ങളിലേക്ക് ഓടണം, അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ട്. ശരിയാണ്, അതൊന്നും നമ്മൾ ഇല്ല എന്ന് പറയുന്നില്ല. പണ്ട് കാലത്തും അതുണ്ടായിരുന്നു. പക്ഷേ അന്ന് പണം സമ്പാദിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പണം സമ്പാദിച്ച് വലിയ പണക്കാരനാകുക എന്നുള്ളതല്ല അവന്റെ ജീവിത ലക്ഷ്യമായും കണ്ടിരുന്നത്. മറിച്ച് ജീവിക്കുവാൻ വേണ്ടിയുള്ള പണം വേണം. അതാണ് ഗുരുകുല സമ്പ്രദായത്തിൽ ആ രീതിയിൽ ഉള്ള പഠനങ്ങൾ നടന്ന കാലത്ത് ഇത്രയും സംഘർഷങ്ങളില്ല. മനുഷ്യൻ ഇത്രമാത്രം സ്വാർത്ഥനായി പോയിട്ടില്ല. അപ്പോ അവിടെ ഒരു കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകുവാനായിട്ട് ഗുരുക്കന്മാർക്ക് സാധിക്കുമായിരുന്നു. പിന്നീട് സ്വാർത്ഥത മുന്നിട്ട് വന്നപ്പോ എന്തു പറ്റി? ശരിക്കും നമ്മളിലുള്ള ആ ചൈതന്യത്തെ തിരിച്ചറിയാതെ നമ്മൾക്ക് ഭൗതികമായിട്ടുള്ള സുഖ സൗകര്യങ്ങളിലേക്ക് നമ്മൾ കൂപ്പുകുത്തിപ്പോയി. അതാണ് എല്ലാം. പണം സമ്പാദിക്കുക, എത്ര പണം കിട്ടിയാലും 2, 3, 10 തലമുറയ്ക്ക് ജീവിക്കാനുള്ള പണം ഉണ്ടാക്കിയാലും വീണ്ടും പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിൽ അവൻ ആ മായയിൽപ്പെട്ടു. നേരെ മറിച്ച് തനിക്ക് കിട്ടുന്ന പണം, താൻ സമ്പാദിക്കുന്ന പണം ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം എന്നും അവന് വരുന്നില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ മിടുക്കനാകാൻ വേണ്ടി പണം ചെലവഴിക്കും, എന്നിട്ട് അതെല്ലാം വിളിച്ചു പറയും. ഇങ്ങനെ ഒരു മാനസികാവസ്ഥ നമ്മൾ കാണുകയാണ്. അപ്പോ ഇങ്ങനെ അനേകമായിട്ടുള്ള വികല്പങ്ങൾ മനസ്സിൽ വരികയാണ്. അതെന്തുകൊണ്ടാണ്? മായ കൊണ്ടാണ്, അതായത് അറിവില്ലായ്മ കൊണ്ടാണ്. അത് വെളിയിലുള്ള ഒന്നിന്റെ ഒരു ബലം കൊണ്ടല്ല സംഭവിക്കുന്നത്, മറിച്ച് ഈ ജീവൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് എത്രയോ ജന്മങ്ങളിലൂടെ അവൻ സമ്പാദിച്ചിരിക്കുന്ന വാസനകൾ, അവന്റെ സംസ്കാരം, അവ ഭൗതികമായിട്ടുള്ള സുഖത്തിലാണ് എല്ലാം ഇരിക്കുന്നത് എന്ന് തോന്നിപ്പോയാൽ അതിനെ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ദേവതാ ഉപാസന ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മുടെ വേദത്തിൽ പറയും സ്വർഗകാമോ യജേത. ഇനി സ്വർഗമാണ് നീ ഇച്ഛിക്കുന്നതെങ്കിൽ നീ എന്ത് ചെയ്യണം? യജ്ഞം ചെയ്യണം. അങ്ങനെ യജ്ഞം ചെയ്യുമ്പോഴോ നിനക്ക് ആ സ്വർഗലോകത്ത് ചെല്ലാം, ആ ദേവതാ ലോകത്ത് ചെല്ലാം, നിനക്ക് വേണ്ടുന്ന സുഖങ്ങളെല്ലാം അനുഭവിക്കാം. പക്ഷേ അത് താൽക്കാലികമാണ്. ഗീത പറയുന്നുണ്ട്, ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. നീ അങ്ങനെയുള്ള ഒരു പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത് ആ ലോകത്ത് പോയാലും അവിടെ നിനക്ക് പുതിയതായിട്ട് പുണ്യം സമ്പാദിക്കാൻ പറ്റില്ല. നമ്മുടെ FD പോലെയാണ്. നമ്മൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് 1 കോടിയോ 2 കോടിയോ അത്രയും ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിട്ട് അത് നമ്മൾ ദിവസവും എടുത്തുകൊണ്ടിരുന്നാൽ അത് കുറഞ്ഞു പോകും. അവിടെ പിന്നെ വീണ്ടും ഇടുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഈ മനുഷ്യനായിരുന്ന സമയത്ത് ചെയ്ത പുണ്യത്തിന്റെ ഫലമായിട്ടാണ് അവൻ ദേവതാ ലോകത്ത് പോകുന്നത്. അവിടെ അവന്റെ സുഖങ്ങളെല്ലാം അവൻ അനുഭവിക്കുകയാണ്. അപ്പോ അതിങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കും, ക്ഷീണേ പുണ്യേ. അപ്പൊ പിന്നീട് എന്ത് സംഭവിക്കും? അവൻ മർത്യലോകം വിശന്തി. പിന്നീട് അവൻ പുണ്യം ക്ഷയിച്ചു കഴിയുമ്പോൾ വീണ്ടും മനുഷ്യനായിട്ട് ജനിക്കേണ്ടി വരും. ഇനി യോഗ നിലയിൽ നമ്മൾ ആധ്യാത്മികമായിട്ട് പരിശ്രമിച്ചിട്ട് അത് പൂർത്തീകരിക്കാൻ പറ്റാതെ മരിച്ചു പോയാലോ, ശരീരം പതിച്ചു പോയാലോ, അപ്പൊ എന്ത് പറ്റും? ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോ അഭിജായതേ. അപ്പൊ അങ്ങനെയാണ് ഒരു ജീവൻ ഇവിടുന്ന് വിട്ടുപോകുന്നതെങ്കിൽ, ഈ ശരീരം ഉപേക്ഷിക്കുന്നതെങ്കിൽ അത് നല്ലൊരു ശുചീനാം ശ്രീമതാം ഗേഹേ, നല്ല സംസ്കാര സമ്പന്നതയുള്ള അച്ഛന്റെയും അമ്മയുടെയും മകനോ മകളോ ആയിട്ട് അവർ ജനിക്കുകയാണ്. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ നമ്മുടെ ഈ ജന്മം എന്ന് പറയുന്നത് പൂർവജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ആകത്തുകയാണ്. അപ്പൊ അതിനകത്ത് ഏതിനാണോ നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്,
അതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജന്മം. അപ്പൊ ചിലരൊക്കെ എത്രയോ ഭയങ്കരമായിട്ടുള്ള കഷ്ടപ്പാടുകൾ, അസുഖങ്ങളും അതുപോലെ ഭയങ്കരമായിട്ടുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ പുത്രന്മാരില്ലാതെ, മക്കളില്ലാതെ അത്രയും ദുഃഖം അനുഭവിക്കുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണ്? അവരും കഴിഞ്ഞ ജന്മങ്ങളിൽ അതിനും മാത്രം പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. നമ്മൾ പട്ടിണി കിടക്കുന്നുണ്ടാവാം. കാരണം എന്തുകൊണ്ടാണ്? അതും കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള പാപമാണ്. ഒരാൾക്കും ഒന്നും കൊടുക്കില്ല, അത്ര പിശുക്കിയായിട്ടൊക്കെ ജീവിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് എന്ത് പറ്റുന്നു? അതിന്റെ ദുഃഖം അറിയാൻ വേണ്ടി അവന്റെ കർമ്മം, അവൻ ഈ ജന്മത്തിൽ ജനിക്കുമ്പോൾ അവന് അങ്ങനെ ഒരു കർമ്മത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാരബ്ധത്തിലേക്ക് അവൻ വരികയാണ്. അങ്ങനെ ഏത് കർമ്മങ്ങളും നമ്മൾ സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയാൽ കൃത്യമായിട്ട് അതിനൊരു കാരണമുണ്ടാകും. ഒരുപക്ഷെ നമ്മുടെ ഭൗതികമായിട്ടുള്ള ബുദ്ധി, അതിന്റെ യുക്തിയൊന്നും ചിലപ്പോൾ നമുക്ക് പിടികിട്ടണമെന്നില്ല. അപ്പോ ഈ കർമ്മത്തിന്റെ തത്വം എന്ന് പറയുന്നത് വളരെ ഗഹനമാണെന്ന് പറയും. ഗഹന കർമ്മണോഗതി, ഗീതയൊക്കെ സൂചിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വെറുതെ ഉണർന്ന് ഉറങ്ങി ഈ ഭൗതികമായിട്ടുള്ള സുഖങ്ങൾ അനുഭവിച്ച്, മനുഷ്യന് ഏറ്റവും കൂടുതൽ സുഖം എന്ന് പറയുന്നത് അവൻ ചിലർക്ക് പണം സമ്പാദിക്കുന്നതിലൂടെ ആയിരിക്കാം, ചിലർക്ക് അധികാരം നിലനിർത്തുന്നതിലൂടെ ആയിരിക്കാം, ചിലർക്ക് ലൈംഗികമായിട്ടുള്ള സുഖം. അപ്പൊ സാധാരണ ജീവിതത്തിൽ അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ സുഖം കണ്ടെത്തുന്നത്, ഏറ്റവും പ്രധാനം. പക്ഷെ ഇതൊക്കെ താൽക്കാലികമാണ്, നൈമിഷികമാണ് എന്നുള്ള തിരിച്ചറിവ് ആർക്കാണ് ഉണ്ടാകുന്നത്? അതിനെയാണ് സാധനാ ചതുഷ്ടയ സമ്പത്തി ഉള്ള ആളുകൾക്കാണ് ഈ വേദാന്തം, ഈ ജ്ഞാനം ശരിക്കും പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത് എന്ന് മഹർഷിമാർ പറയാറുണ്ട്. അപ്പോ അത്രയും നമുക്ക് പറ്റിയില്ലെങ്കിലും നമ്മൾക്ക് കുറച്ചെങ്കിലും ഒരു ശ്രദ്ധ നമുക്കിതിൽ വരുന്നത് കൊണ്ട് ഈ സാധാരണ പോലെയുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ഭ്രാന്തമായിട്ടുള്ള ഒരു അവസ്ഥ, ഒരു മാനസികാവസ്ഥ നമുക്ക് വരുത്താതെ നോക്കാൻ പറ്റും. ഈ ഭൗതികമായിട്ടുള്ള സുഖ സൗകര്യങ്ങളിലേക്ക് അമിതമായിട്ട് മനുഷ്യനെ അവന്റെ ശ്രദ്ധ, അവന്റെ ബുദ്ധി ഒക്കെ കൊടുക്കാതെ നമുക്ക് പോകാൻ പറ്റും ഒരു പരിധി വരെ. പക്ഷെ നമ്മളുടെ ഇന്നത്തെ ഭൗതികമായിട്ടുള്ള നമ്മുടെ സാധാരണ ചുറ്റുപാടുകൾ, നമ്മുടെ കോളേജും നമ്മുടെ സ്കൂളും നമ്മുടെ കുടുംബവും ഒക്കെ നമ്മൾ നോക്കിയാൽ ഇന്ന് വളരെ അതിസങ്കീർണമായിട്ടുള്ള തലത്തിലൂടെ കടന്നു പോവുകയാണ്. കുട്ടികൾ തമ്മിൽ അടിച്ച് മയക്കുമരുന്നും മദ്യവും ഒക്കെ കഴിച്ച് അവര് സ്വയം തീരുന്നു, മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുന്നു. നമ്മൾ വളരെ ഭീകരമായിട്ടുള്ള ന്യൂസുകളാണ് ദിവസവും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇതിന്റെ ഇങ്ങനെ സംഭവിക്കുന്നു? അപ്പൊ തീർച്ചയായിട്ടും മാതാപിതാക്കൾ, ഗൃഹസ്ഥാശ്രമികൾ ഇതിന് കൃത്യമായ ഒരു സംസ്കാരമുള്ളവരാണ് എങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നമ്മൾ അതിനെ പാകപ്പെടുത്തി എടുക്കുന്നുണ്ടെങ്കിൽ ഈ ദുരന്തം ഉണ്ടാകില്ല എന്ന് മഹർഷിമാര് പറയുകയാണ്. അപ്പോ നമ്മൾ ഈ അറിവ് സമ്പാദിക്കുന്നത് ഒരു സാങ്കല്പിക നമ്മുടെ ഒരു വ്യക്തിക്ക് മാത്രമായിട്ടല്ല, മറിച്ച് അത് കുടുംബത്തിനും സമൂഹത്തിനും ലോകത്തിനും വേണ്ടിയിട്ടാണ്. ഈ അറിവില്ലാത്തത് കൊണ്ടാണ് ഇത്രമാത്രം ജനങ്ങൾ സ്വാർത്ഥന്മാരായി അവര് താൽക്കാലികമായിട്ടുള്ള സുഖങ്ങൾ തേടി മയക്കുമരുന്നിലേക്കും മദ്യത്തിലേക്കും അതുപോലെ തന്നെ അധികാരത്തിലേക്കൊക്കെ അവർ മാറുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ ഈ ഉപദേശങ്ങൾ, ഈ മുന്നറിയിപ്പുകൾ കൃത്യമായ രീതിയിൽ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും വലിയൊരു ദുരന്തം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അല്ലെങ്കിലോ വീണ്ടും ഇങ്ങനെ ഉണരണം, ഇനി ഉറങ്ങണം, ഭുജിച്ചിടണം, അശനം പുണരേണം. അതുപോലെ നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കുന്നത് അതിന്റെ ടേസ്റ്റ് പോലും നമ്മൾ തിരിച്ചറിയാം. നമ്മൾ ഒരുപക്ഷെ TV കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ മൊബൈൽ നോക്കിക്കൊണ്ടൊക്കെ ഭക്ഷണം കഴിക്കുന്നത്. അത് നല്ല ഭക്ഷണമാണോ, ഇത് നമുക്ക് ആവശ്യമുള്ളതാണോ? പലപ്പോഴും ഈ ഭക്ഷണത്തിൽ തന്നെ നമുക്കൊരു വ്യക്തതയില്ല. അതിൽ നിന്നുണ്ടാകുന്ന ദുരന്തങ്ങളുണ്ട്, നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ. അപ്പൊ കൊച്ചു പ്രായത്തിൽ തന്നെ ഇതെല്ലാം നമ്മൾ കൊടുക്കണം. അപ്പോ ഈ ഭുജിക്കുക എന്നുള്ളതും ഉണരുക എന്നുള്ളതും ഉറങ്ങുക എന്നുള്ളതും ഒക്കെ അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു
അറിവ് നമുക്ക് ഉണ്ടാകണമെന്ന് കൂടി പറയുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഇങ്ങനെ ഇതിനകത്ത് പെട്ട് നമുക്ക് വികല്പങ്ങൾ, ഇത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഉള്ള ഒരു മാനസികാവസ്ഥ അങ്ങനെയുള്ളത് കൊണ്ട് ഇതിനകത്തേക്ക് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു ആകയാൽ, ഈ വികല്പമാകയാൽ ആര് ഉണരും? ഇത് ഈ നിർവികാര രൂപത്തിലേക്ക്, അല്ലെങ്കിൽ ഈ അറിവിലേക്ക്, ഈ ജ്ഞാനത്തിലേക്ക് ആരാണ് ഉണരാൻ പോകുന്നത്? അപ്പൊ ഒരു മഹർഷിയുടെ ഒരു വിലാപം, അല്ലെങ്കിൽ ഒരു സത്യാന്വേഷിയുടെ ഒരു ഉദാത്തമായിട്ടുള്ള ഒരു ചിന്ത, അപ്പൊ നമ്മളിൽ എല്ലാവരിലും ഉണരേണ്ടതാണ്. അപ്പോ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ കൂടുതൽ കൊടുക്കുമ്പോൾ നമുക്ക് ഇത് നഷ്ടപ്പെടുകയാണ്. നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സമാധാനത്തോടുകൂടി, ശാന്തിയോടുകൂടി, സുഖത്തോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് ചെറിയ പ്രായത്തിൽ, ഇത് കിട്ടേണ്ട പ്രായത്തിൽ ഈ അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിലോ നമുക്ക് ഇങ്ങനെ ഒരു ദുരന്തം അനുഭവിക്കേണ്ടി വരില്ല. അപ്പോ തത്വമസി ഉപദേശിക്കുമ്പോൾ ഉദ്വാലക മഹർഷി സ്വന്തം മകനോട് പറയുന്നുണ്ട്, നമ്മുടെ കുലത്തിൽ ബ്രഹ്മജ്ഞാനിയെ പോലെ ആരും ഉണ്ടായിട്ടില്ല, പകരം ബ്രഹ്മജ്ഞാനികളെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോ ബ്രഹ്മജ്ഞാനിയെ പോലെ എന്ന് അവിടെ എടുത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മളൊക്കെ അമൃതസ്യ പുത്രാഹ, വിവേകാനന്ദ സ്വാമി ആ ഉപനിഷത്ത് തത്വത്തെ എടുത്ത് പറയുന്നുണ്ട്, ലോകത്തോട് പറയുകയാണ്, നമ്മളൊക്കെ അമൃതത്വത്തിന്റെ പുത്രന്മാരാണ്, നമ്മൾ പാപികളല്ല. പക്ഷെ ഈ അമൃതത്വം എന്ന് പറയുന്നത് എന്താണ്? ഈ വിലമതിയാത്ത വിളക്കിനെ തിരിച്ചറിഞ്ഞ് പോകുന്നവരാണ്. അപ്പോ ഈ നിർവികാര രൂപത്തെ തിരിച്ചറിയുന്നവരാണ്. അങ്ങനെ ആ തലത്തിലേക്ക് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾക്ക് അത് മനസ്സിലാക്കുവാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഗൃഹസ്ഥാശ്രമത്തിലാണ്. അപ്പൊ ഗൃഹസ്ഥാശ്രമത്തിൽ ആ തരത്തിലുള്ള ഒരു അറിവിന്റെ അഭാവം നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ സൈഡ് എഫക്റ്റ് ആണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾക്ക് സ്കൂൾ തലത്തിലോ കോളേജ് തലത്തിലോ ഇതൊന്നും കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയ അതിപ്രസരങ്ങൾ, അവിടെയൊക്കെ പല പല പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആധ്യാത്മികമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇതിന്റെ മർമ്മത്തെ ഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ സന്തതി പരമ്പരകളിലേക്ക്, നമ്മുടെ ഫ്രണ്ട് സർക്കിളുകളിലേക്ക് ഇതിനെ സങ്കീർണമാക്കാതെ അതിനെ വളരെ ലളിതമായി തന്നെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്ത് നമ്മുടെ മനസ്സിനെ സങ്കീർണമാക്കുന്ന കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളെ അറിവ് ഉപയോഗിച്ച് അതിവർത്തിച്ച് നമുക്ക് പോകാനായിട്ട് സാധിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ ഈ ഗുരു പറയുന്ന ഈ തലത്തിലേക്ക് നമുക്കും ഉണരുവാൻ സാധിക്കും. അതിന് എവർക്കും സാധിക്കട്ടെ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഈ 6ാമത്തെ ശ്ലോകം ഒന്നുകൂടി വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് നിർത്താം. അതിനുശേഷം സംശയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉണരണമെന്നിയുറങ്ങണം, ഭുജിച്ചിടണം അശനം പുണരേണമെന്നിവണ്ണം, അണയുമനേക വികൽപ്പമാകയാൽ ആരുണരുവതു ഉള്ളൊരു നിർവികാര രൂപം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് ക്ലിയർ ചെയ്യാം. സ്വാമിജിയോട് ആർക്കെങ്കിലും ഈ അവസരത്തിൽ ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ക്ലാസ് 5, 6 ശ്ലോകങ്ങൾ അത് സംബന്ധിച്ച്, അല്ലെങ്കിൽ സ്വാമിജി പറഞ്ഞു തന്ന ദൃശ്യം എന്നിവയെ സംബന്ധിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എത്രയും വേഗം ചോദിക്കുക.
ഹരി ഓം സ്വാമിജി. ആ എനിക്കൊരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ആ ആം, സ്വാമിജി പറഞ്ഞില്ലേ അത് ആം, ഈ ആത്മാവെന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വേറെയാണ്, നമ്മള് ഭൗതികമായി അനുഭവിക്കുന്ന വേറെയാണ്. ഈ ഡെയിലി ഞങ്ങൾ ഈ അനുഭവിക്കുന്നതൊക്കെ ആത്മാവിനെ ബാധിക്കുന്നില്ലേ? അതെന്താ? അത് ഓരോ ജന്മം കഴിയുമ്പോൾ അതിന്റെ ഒരു നോളജ് ഒക്കെ എടുത്തിട്ടല്ലേ ഞങ്ങൾ നെക്സ്റ്റ് ജന്മത്തിലേക്ക് പോകുന്നത്. അതിന്റെ ഒരു അനുഭവത്തിന്റെ അറിവും ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ നെക്സ്റ്റ് ജന്മത്തിലേക്ക് വരുന്നത് എന്ന്. ഇല്ല, അങ്ങനെ ആത്മാനുഭവം ഉള്ളവരല്ല. ഈ ആത്മാവിനെ കൃത്യമായിട്ട് അവര് തിരിച്ചറിയുന്നില്ല. കാരണം അങ്ങനെ അറിവുണ്ടെങ്കിൽ അവര് ദുഷ്കർമ്മങ്ങളിലേക്ക് പോകില്ലല്ലോ. തന്നെയുമല്ല, ആ ആത്മാവിനെ തിരിച്ചറിയുമ്പോൾ ആത്മസാക്ഷാത്കാരമാണ്, സെൽഫ് റിയലൈസേഷൻ ആണ്. അതോടുകൂടി ആ ജന്മം അവിടെ നിൽക്കുകയാണ്. അവിടെ പിന്നീട് പുനർജനിക്കേണ്ട ആവശ്യമില്ല. അതെ അതെ. ജന്മം അവിടെ പൂർണ്ണമാകുകയാണ്. എപ്പോഴാണോ ഈ ജീവൻ ഇത് സാക്ഷാത്കരിക്കുന്നത്, അതോടുകൂടി ജന്മം അവിടെ തീർന്നു. അതെ. അതാണ്, പിന്നീട് പുനരഭിജനനം ഉണ്ടാകുന്നില്ല. അപ്പോ ഈ ആത്മാവിനെ ശരിയായ രീതിയിൽ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ആത്മാവിനെ തെറ്റിദ്ധരിക്കുകയാണ്. താൻ ജീവനാണ് എന്നുള്ള ഒരു തെറ്റായ ധാരണയാണ് പുനർജന്മം വരാനായിട്ട് കാരണം. അപ്പോ നമ്മൾ പരമ്പൊരുൾ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ പിന്നീട് ജനിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആരാ ജനിക്കുന്നത്? പിന്നെ ജനിക്കുന്നില്ല. അതോടുകൂടി അവിടെ പൂർണ്ണമായി. അതാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയി സ്വാമിജി. അത് സാക്ഷാത്കാരം എന്ന് മനസ്സിലായി. പക്ഷെ അപ്പൊ ഞങ്ങൾ ഈ എടുക്കുന്ന ജന്മം അത് നോ വേ ഇറ്റ്സ് എഫക്റ്റിംഗ് നമ്മുടെ ആത്മാവിന് ഒന്നും ബാധിക്കുന്നില്ലേ? ഇല്ല, ആത്മാവിന് ഒരിക്കലും ഒന്നും ബാധിക്കുന്നില്ല. കാരണം നമ്മൾ പറഞ്ഞില്ലേ, അത് ഒരിക്കലും ആ പരമ്പൊരുൾ പരമാത്മാവ് എന്ന് പറയുന്നത് ഒന്നും അതിനെ ബാധിക്കുന്നില്ല. അത് എപ്പോഴും എവർ ഷൈനിങ് ആയിരിക്കാണ്. ഒരിക്കലും ഗുരു പറയുന്നുണ്ട് എന്താണ്, അതൊരിക്കലും അത് ഉദിക്കുന്നുമില്ല, പൊലിയുന്നുമില്ല. അതായത് അത് എപ്പോഴും പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അതിൽ ഇരുട്ടില്ല. അത് മറ്റുള്ളവനെ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നതാണ്. അപ്പൊ ജീവൻ എന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ മനസ്സിലാക്കിയ ജീവാത്മാവ്, പരമാത്മാവ് എന്ന് പറയുന്നത് അത് താൽക്കാലികമായിട്ട് അജ്ഞാനമുള്ളവർക്ക് വേണ്ടി നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ശരിക്കും ഒരു ജീവാത്മാവ് തനിയില്ല. ജീവാത്മാവ് ഉണ്ട് എന്ന് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ധരിക്കുന്നതാ. ആ അറിവില്ലായ്മയെ മാറ്റുക എന്നുള്ളതാണ് ജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ്. അപ്പോ ഞാൻ ജീവനാണ്, ഞാൻ ദുഃഖിയാണ്, ഞാൻ പാപിയാണ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ പരിമിതമായിട്ടുള്ള അറിവാണ്. ശരിക്കും ഞാൻ എന്ന് പറയുന്നത് എന്താണ്? ഇതിനെല്ലാം സാക്ഷിയായിട്ട് നിൽക്കുന്നതാണ്. ഒരിക്കലും പരിമിതമായിട്ടുള്ളതല്ല. പക്ഷെ ഈ ജീവൻ ആ രീതിയിൽ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. അത് തെറ്റായി മനസ്സിലാക്കാൻ മാത്രമല്ല, അത് തെറ്റായിട്ട് ധരിക്കുകയും ചെയ്തു. ഞാൻ പാപിയാണ്, ഞാൻ ദുഃഖിയാണെന്നൊക്കെ അത് തെറ്റായിട്ട് ധരിക്കുകയും ചെയ്തു. അതാണ് പ്രശ്നം ഉണ്ടായത്. നേരെ മറിച്ച് ഞാൻ പരബ്രഹ്മ സ്വരൂപമാണ്, എല്ലാത്തിനും സാക്ഷിയായിട്ട് നിൽക്കുന്നതാണ്, എനിക്ക് ജനനവും മരണവും ഇല്ല എന്നുള്ള തലത്തിലേക്ക് നമ്മൾ അതിങ്ങനെ യുക്തിയുക്തം കാര്യകാരണ സഹിതം നമ്മൾ വിചാരം ചെയ്ത് ഉറപ്പിക്കുക എന്നുള്ളതാണ്. നേതി എന്നൊക്കെ പറയുന്ന അതാണ്. നമ്മുടെ ഉപനിഷത്ത്, നമ്മുടെ ഈ ഇതിൽ പറയുന്ന ഇഹാമുത്ര ഫലഭോഗ വിരാഗം ഒക്കെ നമ്മൾ സാധന ചതുഷ്ടയ സമ്പത്തിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് കൃത്യമായ രീതിയിൽ വരുമ്പോൾ നമുക്ക് ഈ വിചാരം ചെയ്യാനായിട്ട്, വിശകലനം ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ ശരീരമാണ്, ഞാൻ മനസ്സാണ്, ഞാൻ ബുദ്ധിയാണ് എന്നൊക്കെ നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ഡീകോഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നടക്കാത്തത്. ആളുകൾ ഈ മായയിൽപ്പെട്ട്, ഈ താൽക്കാലികമായിട്ടുള്ള സുഖത്തിൽപ്പെട്ട് പോകുന്നത് കൊണ്ടാണ് സംഭവിക്കാത്തത്. താൽക്കാലികമായിട്ടുള്ള സുഖത്തിൽപ്പെട്ടു പോകുന്നവർ, അവിടെയാണ് പ്രശ്നം. സ്വാമിജി, അത് തന്നെയല്ല നമ്മുടെ പറയുന്നത് ഗദ്യപ്രാർത്ഥനയില് ശരീരമല്ല അറിവാകുന്നു. ഗുരുദേവന്റെ ഗദ്യപ്രാർത്ഥന. അതെ, നാം ശരീരമല്ല അറിവാകുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായി നാം ഉണ്ടായിരുന്നു.
ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇനി ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും പറയാൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ സ്വാമിജിയോട്? അപ്പൊ ഞാൻ നന്ദി പ്രകാശിച്ചു. അറിയോ, നമുക്ക് ഇന്നിപ്പോൾ നമ്മുടെ സ്വാമിജി നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ സംശയം ദൃക്ക് ദൃശ്യം ഇവ തമ്മിലുള്ള എന്താണ്, ദൃക്ക് എന്താണ്, ദൃശ്യം എന്താണ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അത് വളരെ വിശദമായി നമുക്ക് വളരെ ലളിതമായി ദൃക്ക് എന്താണെന്നും ദൃശ്യം എന്താണെന്നും ഉദാഹരണ സഹിതം സ്വാമിജി നമ്മളെ പഠിപ്പിച്ചു തന്നു. ഇപ്പോൾ നമുക്ക് ഇന്ന് പുതുതായിട്ട് ആത്മോപദേശത്തിലെ 5, 6 ഈ ശ്ലോകങ്ങൾ, ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന അന്തസത്ത ഇത് ഒന്ന് തന്നെയാണ്. അപ്പൊ ഇത് നമ്മൾ വളരെ ലളിതമായിട്ട് ഈ 5, 6 ശ്ലോകങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പൊ നമ്മുടെ ഈ ഇന്നത്തെ കാലസ്ഥിതി സ്വാമിജി അറിയണ്ടേ, നമ്മൾ ഇന്ന് പത്രമെടുത്താലും മാധ്യമങ്ങളിലെ കൂടെയൊക്കെ നമ്മൾ കേൾക്കുന്നത്, നടക്കുന്ന സംഭവങ്ങൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. അച്ഛന്മാരെ അച്ഛനെ അമ്മയൊക്കെ വെട്ടിക്കൊല്ലുന്നു, അച്ഛനമ്മമാർ മക്കളെ ഉപേക്ഷിക്കുന്നു, ആർക്കും ഒരു സമാധാനവും ഇല്ലാത്ത ഒരു അന്തരീക്ഷം. ഈ സമയത്ത് ഇങ്ങനെയുള്ള നമുക്കിങ്ങനെ ഒരു ക്ലാസ് കേൾക്കാനും ഈ ഗുരുദേവഗതികൾ ഇങ്ങനെ പഠിക്കാനും ഒക്കെ ഒരു അവസരം ഉണ്ടായത് നമ്മളേറെ ഭാഗ്യം ചെയ്തവരാണെന്ന് വേണം കരുതാൻ. നമുക്കിങ്ങനെ കേൾക്കാനും നമുക്ക് ഈ കേട്ടതെല്ലാം നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാനും കഴിയാൻ ആയാൽ അതാണ് ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ അതിലേക്ക് ഈ ക്ലാസ് വഴിതെളിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. അതിന് ഈ സ്വാമിജി നമുക്ക് ഇപ്പോൾ വളരെ നല്ല രീതിയിൽ ലളിതമായി ഈ ക്ലാസ് നമുക്ക് എടുക്കുകയുണ്ടായി. സ്വാമിജിക്ക് നമ്മുടെ ഈ SPYSSന്റെ പേരിലും ഇതിന്റെ മുഖ്യ ശിക്ഷകരായിട്ടുള്ള ഗോപകുമാർ അണ്ണന്റെ പേരിലും ഇതിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഡോക്ടർ ലാലിയക്കയുടെ പേരിലും ഇന്നിവിടെ കൂടിയിട്ടുള്ള ഇത് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്ത എല്ലാ യോഗബന്ധുക്കളുടെ പേരിലും അതേറെ ആദരപൂർവ്വം ഭക്തിപൂർവ്വം ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. അതോടൊപ്പം ഈ ക്ലാസ് ഇങ്ങനൊരു ക്ലാസ് ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്തത് കൊണ്ടാണ് നമുക്കിത് ശ്രവിക്കാനും ഇത് പഠിക്കാനും ഒരു അവസരം ഉണ്ടായത്. അതിന് നമ്മുടെ മാർഗദർശിയും നമ്മുടെ ഈ SPYSSന്റെ മലയാളം ഓൺലൈൻ ക്ലാസ്സിന്റെ മുഖ്യ ശിക്ഷകമായിട്ടുള്ള ഗോപകുമാർ അണ്ണന് പ്രത്യേകം വളരെ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. അതോടൊപ്പം ഈ ക്ലാസ്സിന്റെ കോർഡിനേറ്ററായിട്ടുള്ള ഡോക്ടർ ലാലിയക്കയ്ക്ക് ഇന്ന് വളരെ അത്യാവശ്യമായ ചില കാര്യം അമ്മയുടെ ചികിത്സാർത്ഥം പോകേണ്ടതുകൊണ്ട് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഡോക്ടർ ലാലിയക്കയ്ക്കും ഈ അവസരത്തിൽ വളരെ ഹൃദയമായ നന്ദി രേഖപ്പെടുത്തി. പിന്നെ ഈ ക്ലാസ്സിന്റെ നമുക്ക് ഇന്നിവിടെ ഈ ക്ലാസ് കേൾക്കുന്നതിനും അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനും അതിന്റെ പിന്നില് ഇതിന്റെ എല്ലാമായി പ്രവർത്തിക്കുന്നത് നമ്മുടെ സുനൈനക്കയാണ്. സുനൈനക്ക എത്രയും അതിന് പ്രശംസയിലും മതിയാകില്ല. നമ്മുടെ എല്ലാ പരിപാടികളും വളരെ സൂക്ഷ്മമായിട്ട് റെക്കോർഡ് ചെയ്യുകയും അത് നമുക്ക് മാധ്യമങ്ങളിൽ നമുക്ക് യൂട്യൂബില് കേൾക്കാൻ ഇടവരുന്നതും സുനൈനക്കയുടെ പ്രവർത്തനങ്ങളാണ്. അക്കയ്ക്കും ഈ അവസരത്തിൽ വളരെ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. ഒരിക്കൽ കൂടി നമ്മുടെ ഈ ക്ലാസ് പങ്കെടുത്ത ഈ ക്ലാസ് നയിച്ച സാന്ദ്രാനന്ദ സ്വാമികൾ അവർക്കും നമ്മുടെ ഇതിൽ പങ്കെടുത്ത എല്ലാ യോഗബന്ധുക്കൾക്കും എന്നെ ഈ SPYSS സമിതിയുടെ പേരിലും ഇന്നിവിടെ കൂടിയ ഈ യോഗ ക്ലാസിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് ഇവിടെ
സ്വാമിജി, ഇനി നമുക്ക് തുടർന്നുള്ള ക്ലാസ് എങ്ങനെ ചൊവ്വാഴ്ച തോറുമാണ് നമുക്ക് ക്ലാസ്സിന് ഇനിയിപ്പോ ഒരു സമയം ഉണ്ടാകുന്നത്? അത് ചൊവ്വാഴ്ച തോറും അന്ന് ഡേറ്റ് പറഞ്ഞോളൂ. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ പിന്നെ നമ്മുടെ ഗോപകുമാരണ്ണനും മുഖ്യശിക്ഷയുള്ള ഗോപകുമാരണ്ണനും ഒക്കെ ആയിട്ട് ആലോചിച്ചിട്ട് സ്വാമിജിയെ ഇടയ്ക്ക് വിളിക്കാം. ചൊവ്വാഴ്ച സ്വാമിജിക്ക് അസൗകര്യം ഇല്ലല്ലോ? ചൊവ്വാഴ്ച ഇപ്പൊ ഈ വരുന്ന ഏപ്രിൽ 5-ാം തീയതി നാരായണീയ സമർപ്പണമുണ്ട് നമുക്ക് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ. അതിന്റെ തയ്യാറെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ചൊവ്വാഴ്ചകളിൽ നമുക്ക് ഫ്രീ ആയിരിക്കുമെന്നാണ് കരുതുന്നത്. അപ്പൊ ചൊവ്വാഴ്ച 8-ാം തീയതി ആയിട്ട് വരും അല്ലേ? എല്ലാ ചൊവ്വാഴ്ചകളിലും വരാൻ പറ്റുമോ? അതെങ്ങനെയാണ് സ്വാമി? കുഴപ്പമില്ല. അപ്പൊ ഗോപകുമാരണ്ണനും ലാലിയൊക്കെ ആയിട്ടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് ഒന്ന് പറഞ്ഞോളൂ. വരാതിരിക്കും. അപ്പൊ ഏപ്രിൽ 8-ാം തീയതി എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ്. അപ്പൊ അത് ഒന്ന് ഓർപ്പിച്ചിട്ട് എന്നോടൊന്ന് പറഞ്ഞാൽ മതി. ശരി ശരി. ശരി. അപ്പൊ നമസ്തേ. നമസ്തേ. നമുക്ക് ലോക കല്യാണ മന്ത്രം ചൊല്ലാം. എല്ലാവർക്കും നേരെ ഇരിക്കുക. നമസ്കാര സ്ഥിതിയില്. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാത്രവേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. എന്റെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ശുഭരാത്രി.